الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا وقل جاء الحق وزهق الباطل إن الباطل كان زهوقا സത്യ വിശ്വാസികൾ ബഹുമാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച പല സഹോദരങ്ങളുമുണ്ട്. നമ്മുടെ പ്രവർത്തകന്റെ മകൻ +1 വിദ്യാർത്ഥി ഏതാനും ദിവസങ്ങളായി കാർഡിയാക് അറസ്റ്റ് വന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും വേഗം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും മക്കളെയും എല്ലാം കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ മുവഹ്ഹിദുകളിൽ നമ്മെ എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലെ 79-80 ആയത്തുകളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ നല്ല സ്വഭാവങ്ങളുടെയും ഉടമകളായി മാറേണ്ടവരാണ് വിശ്വാസികൾ. അതാണ് പ്രവാചകരുടെ മാതൃക. നബി തങ്ങൾ പറഞ്ഞ വചനം നാം സൂചിപ്പിച്ചു, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. മാന്യമായ എല്ലാ സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അത്തരം നല്ല സ്വഭാവങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാം സ്ഥാനത്തുള്ള സ്വഭാവമാണ് സിദ്ഖ് അഥവാ സത്യസന്ധത എന്നത്.
റഹ്മാനായ റബ്ബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകൾ ഇബാദുർ റഹ്മാൻ, അവരുടെ സ്വഭാവ ഗുണങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് വാക്കുകളും പ്രവൃത്തികളുമെല്ലാം സത്യം മാത്രം പറയുക, സത്യസന്ധത പാലിക്കുക എന്നത്. റഹ്മാനായ റബ്ബിന്റെ തൃപ്തി ലഭിക്കുവാൻ ആയുസ്സിൽ, ആരോഗ്യത്തിൽ, സമ്പാദ്യങ്ങളിൽ, സന്താനങ്ങളിലെല്ലാം ബറക്കത്ത് ലഭിക്കുവാനും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുവാനും അനിവാര്യമായും ഉണ്ടാവേണ്ടുന്ന സ്വഭാവമാണ് സത്യസന്ധത. അമ്പിയാക്കളെ കുറിച്ചെല്ലാം അല്ലാഹു തആല പറയുമ്പോൾ അവർ ഏറ്റവും വലിയ മേന്മയായി എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട സ്വഭാവ ഗുണവും സത്യസന്ധത തന്നെയാണ്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു തആല പറഞ്ഞു, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. ഇബ്രാഹിമിനെ നീ ഓർക്കണം, സ്മരിക്കണം. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം പ്രവാചകനാണ്, സിദ്ദീഖാണ്, സത്യവാനാണ്, സത്യം മാത്രം പറയുന്ന, പാലിക്കുന്ന ആളാണ് എന്ന് സൂറത്ത് മറിയം അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. മകൻ ഇസ്മായിൽ നബിയെ കുറിച്ച് പറയുമ്പോഴും സമാനമായ പ്രയോഗമാണ് പ്രയോഗിച്ചത്. ഉദ്കുർ ഫിൽ കിതാബി ഇസ്മാഈല ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ. ഇസ്മായിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കാന സ്വാദിഖൽ വഅദ്, വാഗ്ദാനങ്ങളെ സത്യമായി പാലിക്കുന്നവരായിരുന്നുവെന്ന് ഖിയാമത്ത് വരെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല അവരുടെ മദ്ഹായി പറയിപ്പിക്കാൻ മാത്രം സത്യസന്ധത പാലിച്ചവരായിരുന്നു അവർ എന്ന് മനസ്സിലാക്കാം. അതുപോലെ യൂസുഫ് നബിയെ കുറിച്ച് പറയുമ്പോഴും സൂറത്ത് യൂസുഫ് അല്ലാഹു തആല പറഞ്ഞു, വഇന്നഹു ലമിനസ് സ്വാദിഖീൻ, തീർച്ചയായും അദ്ദേഹം സ്വാദിഖീങ്ങളിൽ പെട്ടവനാണ്, സത്യസന്ധന്മാരിൽ പെട്ടവനാണ് എന്ന് എടുത്തു പറഞ്ഞവർ. ഈസാ നബിയെ കുറിച്ചുള്ള പരാമർശത്തിലും വഉമ്മുഹു സിദ്ദീഖ, ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ പോലും സിദ്ദീഖത്തായിരുന്നു, സത്യസന്ധത കാത്തു സൂക്ഷിച്ച, സത്യം മാത്രം പറയുന്ന ഒരു ഉമ്മയുടെ മകനായി ഈസാ നബി അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറയും. സമാനമായ ധാരാളം വചനങ്ങൾ അന്ത്യനാളിൽ അല്ലാഹു തആല പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമുണ്ട്. ഖാലല്ലാഹു ഹാദാ യൗമ യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഖാലല്ലാഹു, അല്ലാഹു തആല പറയുമെന്നാണ്, ഹാദാ യൗമ യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും, സത്യസന്ധന്മാരായ ആളുകൾക്ക് തങ്ങളുടെ സത്യസന്ധത ഉപകാരപ്പെടുന്ന ദിവസമാണ് ഇന്ന്. മാത്രവുമല്ല, ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളാണ് അവർക്കുള്ളത്. ഖാലിദീന ഫീഹാ അബദാ, എന്നും അവർ അതിൽ നിത്യവാസികളാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ദാലികൽ ഫൗസുൽ അളീം, അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് സൂറത്ത് മാഇദയിൽ 119-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞു. അവിടെ സ്വാദിഖീങ്ങളുടെ സിദ്ഖ്, സത്യവാന്മാരുടെ സിദ്ഖ് ഉപകാരപ്പെടുന്ന ദിവസം എന്നാണ് ഖിയാമത്തിനെ കുറിച്ച് അല്ലാഹു തആല പരാമർശിച്ചത്. ഒരു സ്വർഗമുണ്ട് എന്നാ പറഞ്ഞത്. ആ സ്വർഗത്തിൽ അവർ ശാശ്വതരാണ്, റബ്ബിന്റെ തൃപ്തിയുണ്ട്. അതാണ് ഏറ്റവും വലിയ വിജയം, അൽ ഫൗസുൽ അളീം, ഏറ്റവും വലിയ വൻപിച്ച വിജയം അതാണ് എന്ന് കൂടി പ്രത്യേകമായി അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. എല്ലാത്തിന്റെയും അടിസ്ഥാനം സത്യസന്ധതയാണ് എന്നർത്ഥം. ഏതു രംഗത്തും സത്യം മാത്രം പറയുക, സത്യം മാത്രം കാത്തു സൂക്ഷിക്കുക. എത്ര വലിയ നഷ്ടങ്ങൾ മുമ്പിൽ കണ്ടാലും ശരി, ആ നഷ്ടങ്ങളൊക്കെ സഹിച്ചാലും വേണ്ടില്ല, സത്യസന്ധതയാണ് ഞാൻ പാലിക്കേണ്ടത്. അതിന്റെ പേരിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും യഥാർത്ഥത്തിൽ നഷ്ടമല്ല, അത് ലാഭം തന്നെയാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ഉമർ ഖത്താബ് റളിയല്ലാഹു പറയുന്നുണ്ട്, ലാ യദഅനി അസ്ദിഖു വഖല്ല മാ യഫ്അൽ, സത്യം പറഞ്ഞിട്ട് ഞാൻ താഴ്ന്നു പോകുന്നുവെങ്കിൽ, എനിക്ക് നഷ്ടമുണ്ടാകുന്നുവെങ്കിൽ, ഒന്നുമല്ലാത്തവനായ അധമനായി ഞാൻ മാറുന്നുവെങ്കിലും
അഹബ്ബു ഇലയ്യ, അതാണ് എനിക്ക് ഇഷ്ടം, മിൻ അൻ യർഫഅനി അൽ കദിബു, ഒരു കളവ് പറഞ്ഞിട്ട് വലിയ ഉന്നതനായി മാറുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം സത്യം പറഞ്ഞിട്ട് ഏറ്റവും നിലവാരം കുറഞ്ഞു പോകുന്നുവെങ്കിൽ അതാണ് എനിക്ക് ഇഷ്ടം. എന്നങ്ങനെ ഉണ്ടാവുക ഇല്ല എന്നാണ്. സത്യം പറഞ്ഞുകൊണ്ട് ആൾ താഴ്ന്നു പോവുകയില്ല, കളവ് പറഞ്ഞതിന്റെ പേരിൽ ഉയരുകയുമില്ല. താൽക്കാലികമായ ചില നേട്ടങ്ങൾ നേടാൻ പറ്റിയേക്കാമെന്നല്ലാതെ കളവ് കൊണ്ടാലും നേടുകയില്ല, സത്യം കൊണ്ടൊരാളും നഷ്ടപ്പെട്ടു പോവുകയുമില്ല. ഇതങ്ങനെ സംഭവിച്ചാലും ശരി, എനിക്കിഷ്ടം സത്യം പറഞ്ഞിട്ട് എന്റെ നിലയും വിലയും നഷ്ടപ്പെട്ടു പോയി ഞാൻ ഒന്നുമല്ലാത്തവരെ മാറിയാലും ശരി, എനിക്കിഷ്ടം അതാകുന്നുവെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഏതു രംഗത്തും സത്യം മാത്രം പറയുക എന്നാണ് പ്രത്യേകമായി നാം പാലിക്കേണ്ടത്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ റഹിമഹുല്ലാഹ് തന്റെ മക്കളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ച ഉസ്താദുമാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം കാണാം, അല്ലിംഹുമുസ് സിദ്ഖ കമാ തുഅല്ലിംഹുൽ ഖുർആൻ എന്നാണ്. ആ ഉസ്താദുമാർക്ക് വാപ്പ കൊടുക്കുന്ന ഭരണാധികാരിയായ അബ്ദുൽ മലിക് നൽകുന്ന ഉപദേശമാണ് അല്ലിംഹുമുസ് സിദ്ഖ, എന്റെ മക്കൾക്ക് നിങ്ങൾ സത്യസന്ധത പഠിപ്പിച്ചു കൊടുക്കണം. കമാ തുഅല്ലിംഹുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുന്ന പോലെ, ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ സത്യം പറയാൻ പഠിപ്പിച്ചു കൊടുക്കുക. കളവ് പറയാതിരിക്കാൻ, സത്യസന്ധത പാലിക്കാൻ നിങ്ങൾ പ്രത്യേകമായി അവരെ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് അദ്ദേഹം പ്രത്യേകമായി ഉസ്താദുമാർക്ക് നൽകുന്ന ഉപദേശമായി നമുക്ക് നൽകാൻ സാധിക്കുന്നത്. സമാനമായി ധാരാളം ഉദ്ധരണികൾ മുൻഗാമികളായി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ശരിയായ സത്യസന്ധത എന്ന് പറഞ്ഞാൽ അത് മുൻഗാമികൾ നൽകുന്ന ഉപദേശങ്ങൾ കാണാം. ഉദാഹരണമായി ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഹഖീഖത്തുസ് സിദ്ഖി, ശരിയായ സത്യസന്ധത എന്ന് പറഞ്ഞാൽ അൻ തസ്ദുഖ ഫീ മൗതിൻ ലാ യുൻജീക മിൻഹു ഇല്ലൽ കദിബ്, കളവ് പറഞ്ഞാൽ അല്ലാതെ രക്ഷയില്ല എന്ന് ഉറപ്പാകുന്ന സന്ദർഭങ്ങളിൽ സത്യം പറയുക, അതാണ് ശരിയായ സത്യസന്ധത എന്നാണ്. അതെല്ലാം സത്യം പറയാൻ സ്വാതന്ത്ര്യമുള്ള സൗകര്യമുള്ളിടത്ത് സത്യം പറയാന്ന് പറഞ്ഞാൽ അത്ര ത്യാഗമൊന്നുമല്ല. പക്ഷെ ഇനി കുടുങ്ങി രക്ഷയില്ല, കളവ് പറഞ്ഞെങ്കിലേ രക്ഷപ്പെടൂ, ഇല്ലെങ്കിൽ ഇതാ പിടിക്കപ്പെടും, എല്ലാം നഷ്ടപ്പെടും എന്ന് കാണുന്നിടത്തും ആ കളവ് പറയാൻ തയ്യാറാവാതെ, വഞ്ചിക്കാൻ തയ്യാറാവാതെ സത്യം മാത്രം പറയണമെന്ന നിർബന്ധ ബുദ്ധി കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ അതാണ് ഹഖീഖത്തുസ് സിദ്ഖ്, ശരിയായ സത്യസന്ധത അതാണ് എന്നാണ് ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് നൽകുന്ന ഉപദേശം. നബി തങ്ങളെ പറയുന്ന ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ കാണാം, അസ്സിദ്ഖു യഹ്ദി ഇലൽ ബിർരി വൽ ബിർറു യഹ്ദി ഇലൽ ജന്ന, തീർച്ചയായും സത്യസന്ധത നന്മയിലേക്ക്, പുണ്യത്തിലേക്ക് നയിക്കും, പുണ്യമാകട്ടെ സ്വർഗ്ഗത്തിലേക്കും നയിക്കും. ഒരു മനുഷ്യൻ ജീവിതത്തിൽ സത്യം മാത്രം പറയുകയും ആ സത്യത്തിന് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നുവെങ്കിൽ പടച്ച റബ്ബിന്റെ പക്കൽ അവൻ സത്യവാനെന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. തിരിച്ചു നബി തങ്ങൾ പറഞ്ഞു, ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, തീർച്ചയായും കളവ് ഫുജൂറിലേക്കാണ്, തിന്മയിലേക്കാണ് നയിക്കുക, ആ തിന്മയാവട്ടെ നരകത്തിലേക്കുമാണ് നയിക്കുക. ഒരു മനുഷ്യൻ ജീവിതത്തിൽ കളവ് പറയുകയും പടച്ച റബ്ബിന്റെ പക്കൽ അവൻ കദ്ദാബ്, പെരും നുണയനെന്ന് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഏതു രംഗത്തും സത്യമേ പറയൂവെന്ന ഒരു നിർബന്ധ ബുദ്ധി, എത്ര കൈപ്പാണെങ്കിലും ശരി ഹക്ക് മാത്രം പറയുക, സത്യം മാത്രം പറയുക എന്നത് ഒരു അടിസ്ഥാനമായി നാം സ്വീകരിക്കേണ്ടതുണ്ട്. ഇസ്മായിൽ ഇബ്നു ഉബൈദില്ലാഹ് റഹിമഹുല്ലാഹ് പറയാണ്, എന്റെ പിതാവ് മരിക്കാൻ കിടക്കുമ്പോൾ വാപ്പ ഞങ്ങളെല്ലാം വിളിച്ചുകൂട്ടി, മക്കളെ മൊത്തം വിളിച്ചുകൂട്ടിയിട്ട് വാപ്പാന്റെ വസിയ്യത്തായ ചില കാര്യങ്ങൾ വാപ്പ ഞങ്ങളോട് പറഞ്ഞു. ജമഅ ബനീഹി, എല്ലാ മക്കളെയും വിളിച്ചുകൂട്ടിയിട്ട് വാപ്പ ചില ഉപദേശങ്ങൾ നൽകി. അതിൽ വാപ്പ പറഞ്ഞ ഉപദേശമാണ് യാ ബുനയ്യ അലൈക്കും ബിത്തഖ്വല്ലാഹി, മക്കളെ നിങ്ങൾ പടച്ച റബ്ബിനെ സൂക്ഷിക്കണം, തഖ്വ നിങ്ങൾ നിലനിർത്തിപ്പോകണം, അത് പ്രധാനമാണ്. വാപ്പ നൽകുന്ന ഒന്നാമത്തെ ഉപദേശം തഖ്വയുടെ കാര്യമാണ്. രണ്ടാമത് അലൈക്കും ബിൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആന്റെ കാര്യം പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നിങ്ങൾ നിലനിർത്തിപ്പോകണം. മൂന്നാമത് നൽകി അലൈക്കും ബിസ്സുദ്ഖി, നിങ്ങൾ സത്യസന്ധത കൈമുതലായി സൂക്ഷിക്കണം. നിങ്ങൾ ആരെങ്കിലും ഒരാളെ കൊന്നുകളഞ്ഞാൽ പോലും പിന്നീട് അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ
അംഗീകരിച്ചു കൊടുക്കുക. അവിടെ പോയി നിങ്ങൾ കളവ് പറയരുത് എന്നാണ്. അത്രയേറെ സത്യസന്ധത നിങ്ങൾ പാലിക്കണമെന്ന് വാപ്പ പറയുകയും ശേഷം ഖുർആൻ പഠിച്ച കാലം മുതൽ ഇന്ന് വരെ ഒരു കളവ് പോലും ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് ആ വാപ്പ മക്കൾക്ക് പ്രത്യേകമായി ഒരു ഉപദേശമായി നൽകുകയും ചെയ്യുന്നുവെന്നാണ്. സഹോദരങ്ങളെല്ലാം നമുക്ക് പാഠമുണ്ട്. ജീവിതത്തെ എപ്പോഴും ആ നിലക്കുള്ള ഒരു നല്ല ശീലത്തിന്റെ സത്യസന്ധതയുടെ വക്താക്കളായി മാറാനാണ് നാം പരിശ്രമിക്കേണ്ടത്. സുദ്ദീഖീങ്ങളായി സുലത്ത് മാത്രം പാലിക്കുന്നവരായി മാറാൻ ശ്രമിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകാൻ അത് മാത്രം മതി എന്നർത്ഥം. ആ കാര്യം പ്രത്യേകമായി നാം കാത്തു സൂക്ഷിക്കുക. എന്തൊക്കെ നഷ്ടങ്ങൾ അതിനെ പേരിൽ വന്നാലും ശരി, യഥാർത്ഥ നഷ്ടമല്ല, നഷ്ടം വരികയുമില്ല. നേരെ മറിച്ച് സത്യത്തിന് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നാം തിരിച്ചറിയുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തുടക്കത്തിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ വചനം ഒരു പ്രാർത്ഥനയാണ്. ആ ആയത്തിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസികളായ ആളുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രാർത്ഥന. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖിൻ വജ്അൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ. വലിയ അർത്ഥവ്യാപ്തിയുള്ള ജീവിതത്തിലെ എല്ലാ രംഗത്തേക്കും ഒരേപോലെ ബാധകമാകുന്ന ആശയമുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ റബ്ബി അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ. അബ്ബേ, സത്യം പ്രവേശിക്കുന്നിടത്ത് നീ എന്നെ പ്രവേശിപ്പിക്കണമേ. വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖിൻ. സത്യം പുറത്തു പോകുന്നിടത്ത് നീ എന്നെയും പുറത്തേക്ക് നീ കൊണ്ടുപോകണമേ എന്ന്. അഥവാ സഞ്ചാരം മുഴുവൻ, യാത്ര മുഴുവൻ സത്യത്തിന്റെ കൂടെ ആക്കി തന്നെ എന്ന ആശയമാണ് ആ പ്രാർത്ഥന. സത്യം എങ്ങോട്ടാണ് കയറുന്നത് അതിന്റെ കൂടെ കയറാൻ എനിക്ക് തൗഫീഖ് നൽകണം. ഏതെങ്കിലും സ്ഥലത്തിൽ നിന്ന് സത്യം ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അതിനെ കൂടെ ഇറങ്ങിപ്പോകാനും നീ എനിക്ക് തൗഫീഖ് നൽകണേ എന്നാണല്ലോ ആ പ്രാർത്ഥനയുടെ ആശയം. സത്യസന്ധത നഷ്ടപ്പെട്ടാൽ പിന്നെ അവിടെ നിൽക്കുന്നത് അർത്ഥമില്ല. അത് എവിടെയാണെങ്കിലും, ജോലി സ്ഥലത്താണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും, കൂട്ടായ്മയാണെങ്കിലും, സംഘടനയാണെങ്കിലും, മറ്റെവിടെയാണെങ്കിലും ശരി, സത്യസന്ധത നഷ്ടപ്പെടുന്നുവെങ്കിൽ പിന്നെ അവിടെ നിൽക്കുന്ന അർത്ഥമില്ല. അതുകൊണ്ട് ആ സത്യം എവിടെയാണോ പ്രവേശിക്കുന്നത് അവിടെ നീ എന്നെ പ്രവേശിപ്പിക്കണം. സത്യം എവിടെ നിന്നാണോ ഇറങ്ങിപ്പോകുന്നത് ആ ഇറങ്ങിപ്പോകുന്ന വഴിയിൽ എന്നെയും നീ ഇറക്കണമേ. അതോടൊപ്പം നിന്റെ പക്കൽ നിന്നുള്ള സുൽത്താൻ, ഒരു സഹായി നസീർ നീ എനിക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്യണമേ എന്ന പ്രാർത്ഥന വലിയ അർത്ഥവ്യാപ്തിയുള്ള പ്രാർത്ഥനയാണ്. എപ്പോഴും സത്യം കാത്തു സൂക്ഷിക്കണമെന്ന നിസ്വാർത്ഥമായ താല്പര്യമുള്ളവർക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന പ്രാർത്ഥന. ഏത് രംഗത്തുമുള്ള സത്യസന്ധത. തൗബയിൽ പോലും അല്ലാഹു തൗബത്തൻ നസ്വഹ എന്നാണ്. തൗബ ചെയ്യുമ്പോൾ പോലും തൗബത്തൻ നസ്വഹ, ശരിയായ സത്യസന്ധമായ തൗബയാണ് തൗബത്തുൻ നസ്വഹ് എന്നറിയപ്പെടുന്നത്. ആളെ പൂപ്പിക്കാനുള്ള തൗബയല്ല, ആത്മാർത്ഥയില്ലാത്ത പശ്ചാത്താപമല്ല, മനസ്സറിഞ്ഞ് ഖേദിച്ച് ആത്മാർത്ഥമായി റബ്ബിലേക്ക് മടങ്ങുന്ന തൗബയാണ് തൗബത്തുൻ നസ്വഹ് എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ പരിചയപ്പെടുത്തി. എപ്പോഴും നമ്മുടെ യാത്ര, നമ്മുടെ സഞ്ചാരം സത്യത്തിന് കൂടെയാകണമെന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവും. ചെറിയ ചെറിയ കളവുകൾ പറഞ്ഞാൽ വലിയ ലാഭങ്ങൾ പക്ഷെ ഭൗതികമായി നേടാൻ പറ്റിയേക്കാം. ഇന്ന് പൊതുവെ അങ്ങനെയാണ്. എല്ലാ രംഗത്തും കള്ളത്തരങ്ങളാണ്. എവിടെയും കളവ് പറഞ്ഞാലേ ശരിയാകൂ എന്നാണ്. ആളുകൾ നൽകുന്ന ഉപദേശങ്ങൾ പോലും
ഞാൻ അവിടെ പോയിട്ട് ഇനി സത്യം പറയാൻ നിൽക്കണ്ട, അതോടെ കുടുങ്ങിപ്പോകും, ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടുപോയിട്ടാണ് പലപ്പോഴും പലതും നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അതൊന്നും നേട്ടങ്ങളല്ല. അതുകൊണ്ട് എന്തൊക്കെ നേടിയാലും ആ നേട്ടങ്ങൾ നൈമിഷികമാണ്, താൽക്കാലികമാണ്. കളവും ചതിയും വഞ്ചനയും വ്യാപകമായി വരുന്ന, കെരിബ് കളവ് വ്യാപകമായി വരുന്ന സാഹചര്യങ്ങളിൽ, കാലഘട്ടങ്ങളിൽ സത്യത്തിന്റെ വാഹകരാകാൻ നമ്മളെങ്കിലും പരിശ്രമിക്കേണ്ടതുണ്ട്. അടുത്ത വചനം അതാണ്. പണിയിടം നബിയെ സത്യം വന്നു, അസത്യം തകർന്നു, ഇന്നൽ ബാത്തില കാന സഹൂഖാം, അസത്യം തകരുക തന്നെ ചെയ്യുമെന്നാണ്. അസത്യത്തിന്റെ പേരിൽ എന്തൊക്കെ നേടിയെടുത്താലും, അസത്യം പറഞ്ഞും അസത്യം ചെയ്തും, അതേപോലെ തെറ്റായ വ്യാജമായ എന്തൊക്കെ പരിശ്രമങ്ങൾ നിർവഹിച്ച് എന്തൊക്കെ നേടിയാലും അതെല്ലാം താൽക്കാലികം, നൈമിഷികമായ നേട്ടങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് സുദിഖിന്റെ കൂടെ സഞ്ചരിക്കുന്ന, സ്വാദിഖീങ്ങളെ കൂടെ നിൽക്കുന്നവരായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. സുദീഖീങ്ങളെ കൂടെ സ്വർഗത്തിൽ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അമ്പിയാക്കളെ മാതൃക പറഞ്ഞപ്പോൾ സുദ്ദീഖൻ നബിയ്യ, സ്വാദിഖൻ വഅദി തുടങ്ങിയ പ്രയോഗങ്ങൾ നാം നേരത്തെ കേട്ടുകഴിഞ്ഞു. അത്തരം ആളുകളെ മാതൃക പുരുഷന്മാരെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ കൂടെ സഞ്ചരിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.